തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ മാണിക്കൽ പഞ്ചായത്തിലാണ് ഈ സ്ഥിതിയുള്ളത്. സ്ഥിരമായി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമാണ് അവിടെയുള്ള ജനങ്ങൾ നേരിടേണ്ടി വരുന്നത്. എന്നും സന്ധ്യ കഴിഞ്ഞാൽ, അതായത് ഇരുട്ട് വീണാൽ ഭീതിയോടെ കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ് അവിടെയുള്ള കുടുംബങ്ങൾക്ക്. സ്ത്രീകളും കുട്ടികളുമുള്ള വീടുകളിലടക്കം കയറി സാമൂഹ്യ വിരുദ്ധർ സ്ഥിരമായി അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പലതവണ പരാതി നൽകി, പോലീസിലടക്കം പരാതി നൽകി, പക്ഷേ പോലീസ് എത്തിയില്ല. ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാടാകെ പേടിയുടെ നിഴലിലാണ് ഇപ്പോൾ കഴിയുന്നത്. സംഭവത്തിൽ പോലീസ് കൃത്യമായി ഇടപെടണം, ഇനിയെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം എന്നാണ് അവിടെ നാട്ടുകാരുടെ ആവശ്യം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ മാണിക്കൽ പഞ്ചായത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്നത്. അവിടെ ഇരുട്ട് വീണു കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോ വീടുകളിലും എത്തി സാമൂഹ്യ വിരുദ്ധർ അതിക്രമം കാണിക്കുകയാണ്. ജനങ്ങളെ പേടിപ്പെടുത്തുന്നു എന്ന അവസ്ഥയാണ് അവിടെയുള്ളത്. ഭീതിയോടെ കഴിയുന്ന ഒരു കൂട്ടം കുടുംബങ്ങളാണ് മാണിക്കൽ പഞ്ചായത്തിലുള്ളത്. സ്ത്രീകളും കുട്ടികളുമുള്ള വീട്ടിൽ കയറി സാമൂഹ്യ വിരുദ്ധർ സ്ഥിരമായി അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന അവസ്ഥ. പലതവണ പോലീസിൽ പരാതി നൽകിയെന്ന് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. സ്വാന്തന സാജു കൂടുതൽ വിവരങ്ങൾ നൽകും. സ്വാന്തന, മാണിക്കൽ പഞ്ചായത്തിലെ ജനങ്ങളുടെ സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഏത് രീതിയിലാണ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് പരാതി നൽകിയിട്ടും പോലീസ് ഇടപെടുന്നില്ല? ദിവ്യ, വെഞ്ഞാറമൂട് ഉല്ലാസ് നഗറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഏതാണ്ട് ഒരു 3 മാസമായി തന്നെ വളരെ വലിയ ഭീതിയിലാണ്. ഞാനിപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ തന്നെ അവർ പറയുന്നത് ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 3 മാസമായി എന്നാണ്. കാരണം അത്രത്തോളം സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഇവർ നേരിടുന്നുണ്ട്. അവർ പറയുന്ന മറ്റൊരു പരാതി എന്ന് പറയുന്നത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം നേരിടുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മൾ ആശ്രയത്തിനായി ഓടി ചെല്ലുന്നത് പോലീസിന്റെ അടുത്തേക്കായിരിക്കും. പക്ഷേ എത്രത്തോളം പരാതി പറഞ്ഞിട്ടും, പരാതി പറയാവുന്ന അത്ര തവണ പരാതി പറഞ്ഞിട്ടും ഒരു തരത്തിലും പോലീസ് ഇതിൽ ഇടപെടൽ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ പോലീസ് ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്. വളരെ വിചിത്രമായ രീതിയിലാണ് ഈ സാമൂഹിക വിരുദ്ധർ ഇവർക്ക് ഇവിടെ എത്തി ശല്യം ഉണ്ടാക്കുന്നത്. സ്ത്രീകൾ, പ്രത്യേകിച്ച് 15 വയസ്സിന് മുകളിലുള്ള കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും താമസിക്കുന്ന വീടുകൾ കണ്ടെത്തി ആ വീടുകളിൽ പോയി ചുമപ്പും പച്ചയും നിറത്തിലുള്ള പട്ടുപാവാടകൾ രാത്രി വീട്ടിൽ കൊണ്ടുപോയി വിരിക്കുക എന്നതാണ് ഈ സാമൂഹിക വിരുദ്ധരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ പുറത്തിരിക്കുന്ന അലമാരകൾ, അത് മാത്രമല്ല വീടൊക്കെ കുത്തി തുറന്ന് ഈ അലമാരകളിൽ ഇരിക്കുന്ന വസ്ത്രങ്ങൾ എടുത്ത് പുറത്തിടുക, അതുപോലെ തന്നെ ഈ ചുമപ്പും പച്ചയും കളറിലുള്ള പട്ട് വസ്ത്രങ്ങൾ എടുത്ത് തൊട്ടടുത്ത വീടുകളിൽ കൊണ്ടിടുക. അങ്ങനെ വളരെ ശല്യം തന്നെയാണ് ഇവർക്ക്. ഈ ശല്യം മാത്രമല്ല ദിവ്യ, നമുക്കറിയാം തീർച്ചയായിട്ടും സ്ത്രീകളും കുട്ടികളും ഒക്കെ മാത്രം താമസിക്കുന്ന വീടാണെങ്കിൽ എത്രത്തോളം ഭയം അവർക്കുണ്ടാകുമെന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, കാരണം അവർക്കായിരിക്കും കുറച്ചുകൂടി ഇക്കാര്യത്തിലൊരു വ്യക്തമായി പറയാൻ കഴിയും. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇവിടെ കഴിഞ്ഞ 3 മാസക്കാലമായി എല്ലാം അവരുടെ 4-5 ദിവസം ഇടവിട്ട് ഈ പെൺകുട്ടികളുള്ള 10-നും 12-നും ഇടയ്ക്കുള്ള പിന്നെ പെൺകുട്ടികളുള്ള വയസ്സുള്ള പെൺകുട്ടികളുടെ വീട്ടിൽ വന്നിട്ട് പാവാട കൊണ്ടിടുന്ന സ്ഥിരം, ആദ്യം ചുവന്ന പാവാടയാണ്, ഇപ്പോൾ പച്ച പാവാടയും ചില സ്ഥലങ്ങളിൽ ഇടുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറയുന്നില്ല കൂട വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ കക്ഷിയുടെ വീട്ടിൽ തന്നെ ഏകദേശം 3 പ്രാവശ്യമാണ് കൊണ്ടുവരുന്നത്. 4-ാം ദിവസം മെനഞ്ഞാന്ന് അവിടെ വന്ന് അയാളെ വീട്ടിൽ വീണ്ടും കയറിയ ദിവസമാണ് അന്ന് ഇയാളെ ഓടിച്ചിട്ട് പിടിക്കുന്നത് തന്നെ. കഴിഞ്ഞ ഇവിടെയൊക്കെ പാവാട ഇട്ട ദിവസം തന്നെ ഈ റോഡിൽ വന്നിട്ട് രാത്രി 2:30 മണിയായപ്പോൾ ഈ കാണുന്ന വീട്ടിലെ അലമാര വെള്ളി കുത്തി തുറന്നപ്പോൾ ഒരു സൗണ്ട് കേട്ടു. ലൈറ്റിട്ടപ്പോൾ അയാളെടുത്ത് പുറത്ത് മതിലിന് പുറത്ത് ചാടിയ ശേഷം കൂടെയൊക്കെ ഓടിച്ചിട്ട് ആളുടെ കൂടെ നോക്കിയാൽ കിട്ടിയില്ല. അവസാനം നോക്കുമ്പോൾ താഴെ ഒരു പോലീസാണ് താമസിക്കുന്നത്. അയാളെ ഗേറ്റിനകത്തോട്ടൊരു വലിയ ഡ്യൂക്ക് എന്നങ്ങോട്ട് പറയുന്ന ഒരു വലിയ കമ്പനി 2 ലക്ഷത്തോളം വരുന്ന ബൈക്ക്. അപ്പോൾ ഓടി അവിടെ നിന്നതേ ഉള്ളൂ ആ ബൈക്ക്. അപ്പോൾ നല്ല സൈലൻസർക്ക് നല്ല ചൂടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഫുൾ പെട്രോളും ഉണ്ട്. അപ്പോൾ തന്നെ ഉടനെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അവർ മൊബൈൽ പെട്രോളിൻ്റെ ആൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇതിപ്പോൾ ഒന്നുകിലൂടെ തന്നെ എടുത്ത് ഒതുക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. പോലീസിൻ്റെ ആ ഒരു മോശമായ ഇടപെടില്ല. അപ്പോൾ അത് തന്നെ ഇവിടുന്നുള്ള ആളൊരു പിക്കപ്പ് വിളിച്ച് തന്നെ നേരെ വണ്ടി അവിടെ കൊണ്ട് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അതിന് പഞ്ചാബ് സ്റ്റേഷനിൽ നിന്ന് ഈ പരാതി കൊടുത്ത അരുണെന്ന് പറഞ്ഞ കക്ഷിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് അതിൻ്റെ വണ്ടി ഇറക്കാനായിട്ട് കുടയം വന്ന് നിൽക്കണം, പരാതി ഇല്ലെങ്കിൽ വണ്ടി ഞങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി കൊടുത്തില്ല. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ കക്ഷിയുടെ വീണ്ടും കയറിയതിന് ശേഷം 3-ാം ദിവസം വീണ്ടും വന്നിട്ട് ഈ കരുണാകരൻ എന്ന് പറയുന്ന കക്ഷിയുടെ വീട്ടിൽ ചെന്ന് ആദ്യം ഇവിടെ ഒന്ന് ചന്ദ്രൻ്റെ വീട്ടിൽ കയറിയിട്ട് നേരെ അവിടെ ചെന്നു. അവർ രാത്രി 1 മണിയായപ്പോൾ ഈ മൊബൈലിൻ്റെ ടോർച്ചും കാൽ പെരുമാറ്റവും കേട്ടപ്പോൾ ഇവർ പെട്ടെന്ന് ഉണർന്നു. കള്ളനെന്ന് വിളിച്ചപ്പോൾ അവിടെ നിന്ന് ഓടി.
ഇതിപ്പോ എത്ര പേര് ഇങ്ങനെ വരുന്നുണ്ടെന്നാണ് കരുതുന്നത്? അന്ന് ഈ വണ്ടി എടുക്കാൻ നേരത്ത് വണ്ടി ഇവിടെ പിടിച്ചു വെച്ചിരുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 3 പയ്യന്മാർ ഈ പിടിച്ച പയ്യനെ പോലെയുള്ള തന്നെ 3 പയ്യന്മാർ ഒരേ ബൈക്കിൽ വന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്നിട്ട് ആൾ കൂടെ നിൽക്കണോണ്ട് വീണ്ടും പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും പിടിക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു? പിടിച്ചു ഒരു പയ്യനെ പിടിച്ചു. അടിച്ചിട്ട് മെനഞ്ഞാന്ന് അവിടെ കയറുമ്പോൾ തന്നെ ഈ കരുണാകരൻ വീട്ടിൽ കയറി. അവിടുന്ന് ഓടിച്ചപ്പോൾ തൊട്ടടുത്ത് ശ്രീകണ്ഠൻ നായർ വീട്ടിൽ കയറി. അവിടുന്ന് അവിടുത്തെ ഒരു പിന്നെ ഒരു മൂത്ത കൊച്ചിൻ്റെ കല്യാണ സാരി അവിടുന്ന് ചുവന്ന സാരി എടുത്തു. തൊട്ടടുത്ത് പെൺകുട്ടികൾ കൊണ്ട് മാത്രം താമസിക്കുന്ന ഒരു അമ്മയും മോളും മാത്രം താമസിക്കുന്ന വീട്ടിൽ ആ സാരി കൊണ്ട് ഇട്ട് അവിടെ ഇട്ടാണ് ഓടിച്ചിട്ട് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞു ഇയാളെ നിങ്ങൾക്ക് പരാതിയുണ്ടോ അതോ ഞാൻ രാത്രി ഞങ്ങൾ ഇയാളെ വിടണമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. കാരണം ഒരു ഓടിച്ചിട്ട് പിടിച്ച് കൊടുത്തിട്ട് പോലും ഒരു കൊണ്ടുപോകാനോ കേസെടുക്കാൻ തയ്യാറല്ല. കഴിഞ്ഞ 3 മാസമായി നിരന്തരം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയാണ്. ഒരു കാരണവശാലും അവർ കേസെടുക്കാനോ ഇതിനൊരു പരിഹാരം കാണാനോ ഇവിടെ നിന്ന് അന്വേഷിക്കാൻ പോലും ഇതുവരെ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ വിട്ട് അന്വേഷിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. അതാണ് സ്ഥിതി. അപ്പോൾ ദിവ്യ, ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ഇവർ ഈ പരിസരത്തൂടെ പോകുന്ന ഒരാളെ കണ്ടു. അങ്ങനെ ഇവർ ഓടിച്ചിട്ട് അയാളെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. പക്ഷെ ആ സമയത്താണ് ഇവിടെ ഒരു 2.5 ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന ഒരു ഡ്യൂക്ക് ബൈക്ക് ഇവിടെ കിട്ടി. അത് ഇവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നു ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി, ഇവിടെ ഒരു ഡ്യൂക്ക് ബൈക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പോലീസ് ആ സമയം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ ഡ്യൂക്ക് ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനാണ് പോലീസ് അവരോട് പറഞ്ഞത്. അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെയും ചേർന്ന ഒരു പിക്കപ്പ് പിടിച്ച ഈ ഡ്യൂക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഈ പരാതി കൊടുത്ത ഈ വീട്ടിലെ ഉടമസ്ഥനെ വിളിച്ചിട്ട് പോലീസ് പറയുന്നു ഈ ഡ്യൂക്ക് ബൈക്കിന്റെ ഓണർ അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, ഇവർക്ക് അതിക്രമികളെ അടക്കം പിടിച്ചു പോലീസിൽ നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഒരു കോൺസ്റ്റബിൾ പോലും അവിടെ എത്തി അവരുടെ ആളുകളുടെ പ്രദേശവാസികളുടെ പരാതി കേട്ടില്ല എന്ന വളരെ ഗുരുതരമായ പരാതിയാണ് അവിടെയുള്ള മാണിക്കൽ പഞ്ചായത്തിലെ ജനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് പോലീസ് ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നു എന്നതിൽ കൂടി വ്യക്തത വരേണ്ടിയിരിക്കുകയാണ്. സ്വാന്തന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.